രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ജെറാൾഡ് മാഷ് EKN മെമ്മോറിയൽ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് അതിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നത്. രാവിലെ ആദ്യമായി പട്ടണത്തിലെ കോളേജിൽ നാട്ടിൽ നിന്നും ബസ് കയറി കോളേജിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഇതേ സ്റ്റാൻഡിലാണ് ഇറങ്ങിയത്. എങ്കിലും അപ്പോഴൊക്കെ മനസ്സിൽ പുതുതായി കിട്ടിയ ആദ്യത്തെ ജോലി ദിവസമായതിന്റെ ആദ്യം ഉണ്ടായതുകൊണ്ട് ബസ് സ്റ്റാൻഡ് പരിസരമൊന്നും അങ്ങനെ കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന കോളേജിലേക്ക് ഒറ്റ നടത്തമായിരുന്നു. അധികം വികസനമില്ലെങ്കിലും വളർന്നു വരുന്ന ഒരു പട്ടണമാണെന്ന് മാഷിന് മനസ്സിലായി. പ്രമോഷൻ കാലാവധിയായതിനാൽ ആദ്യത്തെ 2 വർഷം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലിയെടുക്കാൻ പറ്റില്ല. തന്റെ നാടായ കാഞ്ഞങ്ങാട് നെഹ്റു ഗവൺമെന്റ് കോളേജിൽ ജോലിയെടുക്കുക എന്നതൊരു സ്വപ്നമായിരുന്നു. ജെറാൾഡ് മാഷ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ ഓരോന്നും ശ്രദ്ധിച്ചു. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള ഒരു ബസ്സിൽ കയറാൻ കാലുവെക്കവേ മാഷ് നിന്നേ. അല്പം ബലത്തിൽ തന്നെ മാഷിനെ താഴോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മാഷ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പരിചയമില്ലാത്ത ഒരാളാണ്. എന്താ കാര്യം? എനിക്ക് ബസ്സിൽ പോവാനുള്ളതാ. അയാൾ മാഷിന്റെ കൈ കയറി പിടിച്ച് പറഞ്ഞു. പോവാൻ വരട്ടെ സാറേ, സാറിന് കാഞ്ഞങ്ങാടല്ലേ പോകേണ്ടത്? അങ്ങോട്ടേക്ക് ഒരുപാട് ബസ്സുണ്ട്. ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? ജെറാൾഡ് മാഷ് അവിടെ തട്ടിക്കയറി. എനിക്കല്ല ചോദിക്കേണ്ടത്. അവിടെ നിൽക്കുന്ന ഞങ്ങളുടെ മഞ്ജു ചേച്ചിയാ, അവർക്കാ ചോദിക്കാനുള്ളത്. അയാൾ തൊട്ടപ്പുറം മാറി നിൽക്കുന്ന ചേച്ചിയെയും കൂട്ടരെയും കാണിച്ച് പറഞ്ഞു. ജെറാൾഡ് മാഷ് അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി. കണ്ണിൽ കലിപ്പേറി ചുണ്ടൊക്കെ കറുപ്പിച്ച് തന്നെ നോക്കുന്ന സാരി ഉടുത്ത ഒരു സ്ത്രീയെയും തന്നെ പിടിച്ചു വലിച്ചവനെ പോലെയുള്ള വേറെ 3-4 ആൾക്കാരും. അയാൾക്കാരെയും പരിചയമില്ല. മഞ്ജു ചേച്ചിയോ? എന്ത് മഞ്ജു ചേച്ചി? അവർക്ക് ആരാ? എനിക്കറിയില്ലല്ലോ. അതൊക്കെ വഴിയറിയും. തൽക്കാലം അങ്ങോട്ട് വാ. അയാൾ മാഷിനെ കൈക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് നടത്തി. ജെറാൾഡ് മാഷിനെ മഞ്ജു ചേച്ചിയുടെ മുന്നിൽ നിർത്തി അയാൾ പറഞ്ഞു. മഞ്ജു ചേച്ചി, ഇതാണ് കക്ഷി. കൈയോടെ പിടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇയാൾ നാട്ടിലേക്ക് കടന്നേനെ. ദിവാകര, ഈ കോളേജ് വാതിൽ അങ്ങനെയും വഴുതി പോകാൻ നമ്മൾ അനുവദിക്കില്ല. അങ്ങനെ പോയാലും നാളെ അയാൾക്ക് ഈ മണ്ണിൽ കാലൂത്തണ്ടേ. പക്ഷെ നാളെ വരെ ക്ഷമിക്കാൻ ഈ മഞ്ജു തയ്യാറല്ല. ഇയാൾ നോവിച്ചിരിക്കുന്ന മഞ്ജുവിനെയാണ്. അതുകൊണ്ട് ഇന്നുവരെ മഞ്ജുവിനോട് എന്തെങ്കിലും ചെയ്ത ആളോട് അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിനപ്പുറം ഈ മഞ്ജു സമയം കൊടുത്തിട്ടില്ല. മഞ്ജു പകരം ചോദിച്ചിരിക്കും. കാര്യമൊന്നും അറിയാതെ ജെറാൾഡ് മാസ്റ്റർ അന്തം വിട്ട് നിന്നു. താൻ ഈ സ്ത്രീ എന്ത് ചെയ്തു? പകരം വീട്ടാനായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്ന പോലും. അല്ലേ ചേച്ചി, എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എടോ മാഷേ, എന്താ തന്റെ പേര്? ജെറാൾഡ്. ജെറാൾഡ് മാഷേ, താങ്കൾ എന്തിനാണ് ക്ലാസ് റൂമിൽ എൻ്റെ മകളെ ബെഞ്ചിന് മുകളിൽ കയറ്റി നിർത്തിയത്? അത് കേട്ട് ജെറാൾഡ് മാഷ് ഒരു നിമിഷം ആലോചിച്ചു. അതാണ് സംഭവം. ഞാനിന്ന് ജോയിൻ ചെയ്യാൻ വന്നായിരുന്നു ആ കോളേജിൽ. ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ മകൾ മീനാക്ഷി വലിയൊരു മാലപ്പടക്കം തിരുവഴുത്തി എൻ്റെ കാലിനടിയിലേക്ക് ഇട്ടു. എന്തൊരു തെമ്മാടുത്തിനാ! ഭാഗ്യത്തിന് പൊള്ളിയില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. നിലവിളിയും ശബ്ദം കേട്ട് മറ്റു ക്ലാസ്സിലെ കുട്ടികൾ മാഷുമാർ ഓടിക്കൂടി. എല്ലാ റൂമിലും നാണം കിട്ടു. ആദ്യത്തെ ദിവസം തന്നെയാണ്. എന്തൊരു വൃത്തിയായിട്ട സ്വഭാവം ആ കുട്ടിയുടേത്. നിങ്ങളാണോ ആ കുട്ടിയുടെ മാതാവ്? അതെ. എന്തേ? ബെസ്റ്റ്. പിന്നെ എങ്ങനെ നന്നാവും? എനിക്ക് എന്താണ് ഒരു കുഴപ്പം? മാത്രമല്ല, ഉപചാരപൂർവ്വം എൻ്റെ മകൾ മീനാക്ഷി താങ്കൾക്കൊരു സ്വീകരണം നൽകിയപ്പോൾ അതെങ്ങനെ വൃത്തിയേടാവും? പടക്കം പൊട്ടിച്ചൊക്കെ എന്നെ സ്വീകരിക്കാൻ ഞാനെന്താ ആറാട്ടെഴുന്നള്ളത്താണോ? അതോ പുതുമളവളം മണിയറകരുന്നാണോ? മാഷി, ഇത് നാട് വേറെയാ. ഇവിടുത്തെ രീതി ഇങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനെയുള്ള നാട്ടുകാർക്ക് ഞങ്ങൾ മാഷന്മാരുടെ ശിക്ഷയും വേറെയാ. എന്റെ രീതിയിലുള്ള ശിക്ഷ ഞാനും കൊടുക്കും. ജെറാൾഡ് മാഷ് ഒട്ടും വിട്ടുകൊടുത്തില്ല. പെട്ടെന്ന് മഞ്ജു ചേച്ചിയുടെ കൂടെയുള്ള ഒരു തടിമാണ മാഷിനെ തറുതല കേട്ടപ്പോൾ മാഷി നേരെ കൈയോങ്ങി. വെള്ളുങ്ങ, വേണ്ട, നിർത്ത്. കയ്യാങ്കളി വേണ്ട. ദേ ജെറാൾഡ് മാഷെ, ഇങ്ങോട്ട് നോക്ക്. ഇത് മഞ്ജുവിന്റെ ഏരിയ. ഇവിടെ മഞ്ജു പറയുന്നതാണ് അവസാന വാക്ക്. അതുകൊണ്ട് പറയാ, എന്റെ മകളുടെ നേരെ ഇനി താൻ എന്തെങ്കിലും ഒരു കുന്നായ്മ കുരുത്തക്കേടോ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ താങ്കൾ ഈ നാട്ടിൽ കാലുകുത്തില്ല. കുത്താനായിട്ട് കാല് വെച്ചേക്കില്ല. മനസ്സിലായോ? വൈക്കോ. ഒരു തീബാണം പോലെ മാഷി നേരെ വിരൽ ചൂണ്ടി താക്കി നൽകിക്കൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ മഞ്ജു നടന്നുപോയി. കൂടെയുള്ളവരും അവളെ അനുഗമിച്ചു. പിന്നെ ഇടിക്ക് പേടിച്ചു, ഇനി ബളിക്ക് പേടിക്കാൻ മാഷ് മനസ്സിൽ പറഞ്ഞ് കാഞ്ഞങ്ങാടിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്നു. പിറ്റേ ദിവസം കോളേജിലെ സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ സഹപ്രവർത്തകർ ചോദിച്ചു. സാറിന് വരാൻ പറ്റിയോ? മഞ്ജുവിന്റെ ആൾക്കാർ കാലോകയെ തല്ലിയടിച്ചിട്ടുണ്ടാകുന്ന ഞങ്ങളൊക്കെ കരുതിയത്. മാഷ് ഇന്നലെ വൈകിട്ട് പോയിരുന്ന മീനാക്ഷിയുടെ അമ്മ മഞ്ജുവും കൂട്ടരും മീനാക്ഷിയെ ബെഞ്ചിന് മുകളിൽ നിർത്തിയതറിഞ്ഞ് പ്രകോപിതരായി അക്രമാസക്തരായി ഇവിടെ വന്ന് ബഹളം വെച്ചിരുന്നു. അപ്പോഴാ സാർ നാട്ടിൽ പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പുറപ്പെട്ട്. സാറിന് കണ്ടില്ലായിരുന്നു അവര് ബസ് കയറാൻ നേരം എന്നെ തടഞ്ഞു. എന്നിട്ടോ? മാഷന്മാർക്ക് ആകാംക്ഷയായി. എന്തുണ്ടാവൻ? പുലി പോലെ വന്ന് എലി പോലെ പോയി. അതെങ്ങനെ സംഭവിച്ചു? ജെറാൾഡ് മാഷ ഹാൻസം അല്ലേ, പിന്നെ സുന്ദരനും. അങ്ങനെ കയറി കൈവെക്കാൻ ആർക്കും തോന്നില്ല. റീന ടീച്ചറാണ് പറഞ്ഞു. പിന്നെ മോഹൻലാലിനെ വരെ അടിച്ച ഗുണ്ടകളാ മഞ്ജുവിന്റെ കൂടെയുള്ളത്. അല്പം സൗന്ദര്യമുള്ള മോഹൻ മാഷ് റീന ടീച്ചർ ജെറാൾഡ് മാഷിനെ പൊക്കി പറയുന്നുണ്ട് അല്പം നീരസത്തോടെ പറഞ്ഞു. അതൊക്കെ സിനിമയിലല്ലേ മാഷേ. ലാലേട്ട് ഇവിടെ എങ്ങാണ്ട് ഷൂട്ടിങ്ങിന് വന്നപ്പോ ഒരു അടിപിടി സീനിൽ അവരെയൊക്കെ ചുമ്മാ പിടിച്ച് കയറ്റിയതല്ലേ. അത് പിന്നെ എന്ന് പറഞ്ഞ അയാൾ തടി തപ്പി. ജെറാൾഡ് മാഷേ, പിന്നെ എന്തുണ്ടായി? അപ്പോഴേയും ക്ലാസ് തുടങ്ങാനുള്ള ബെല്ല് മുഴങ്ങി. റീന ടീച്ചർ കൗതുകം വർദ്ധിച്ചു.
പിന്നെ എന്തുണ്ടാവൻ മേഡം? അവര് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെച്ച് തിരിച്ചുപോയി. നെഹ്റു കോളേജിൽ പഠിക്കുമ്പോൾ ഞാനിതൊക്കെ എത്ര കണ്ടതാ. ജെറാൾഡ് മാഷ് സമ്പത്തെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞ് റഫർ പുസ്തകവുമായി ക്ലാസ് റൂമിലേക്ക് നടന്നു. ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ ഒരു ആൾക്കൂട്ടം. ഇന്നലത്തെ പോലെ ഇന്നും കരിമരുന്ന് പ്രയോഗം ഉണ്ടാവുമോ? വാതിക്കൽ ആൾക്കൂട്ടത്തെ കണ്ട് ജെറാൾഡ് മാഷ് സംശയിച്ചു. മാഷെ കണ്ടപ്പോൾ അവരൊക്കെ ഓടി അകത്തേക്ക് കയറി. ക്ലാസ് റൂമിനകത്ത് കയറിയ ജെറാൾഡ് മാഷ് അത്ഭുതപ്പെട്ടുപോയി. ഒരു ബർത്ത്ഡേ സെറിമണിയുടെ സെറ്റപ്പ്, ടേബിളിൽ ബർത്ത്ഡേ കേക്ക്, ചുറ്റും സ്റ്റുഡൻസ്. ആ സാറ് വന്നു, എനിക്ക് കേക്ക് കട്ട് ചെയ്യാം. സാറേ വന്നാട്ടെ. കുട്ടികൾ മാഷെ അങ്ങോട്ട് ക്ഷണിച്ചു. എന്തോന്നിത്, അടുത്ത വല്ല കളിപ്പീരുമായിരിക്കുമോ? മാഷ് സംശയിച്ചുകൊണ്ട് ടേബിളിന്റെ അരികിലേക്ക് ചെന്നു. ബർത്ത്ഡേകൾ നമ്മുടെ മീനാക്ഷിയാ. മീനാക്ഷി കേക്ക് കട്ട് ചെയ്തോളൂ. ആരോ ഓർഡർ നൽകി. ഹാപ്പി ബർത്ത്ഡേ മീനു, ഹാപ്പി ബർത്ത്ഡേ മീനുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി. കുട്ടികൾ കൂട്ടത്തോടെ ബർത്ത്ഡേ ഗാനം മുഴക്കി. ആരോഗ്യങ്ങൾക്കിടയിൽ മീനാക്ഷി കേക്ക് കട്ട് ചെയ്ത് അവൾ കേക്ക് കഷ്ണം ഉയർത്തുമ്പോൾ ആൺകുട്ടിയിൽ നിന്ന് ആരോ ഒരാളത്തിൽ നിന്നൊരു കഷ്ണം എടുത്ത് ബർത്ത്ഡേകളുടെ വായിൽ വെച്ച് കൊടുത്തു. അവൾ അത് സന്തോഷത്തോടെ നുണഞ്ഞു. അവൾ വീണ്ടും ഒരു കഷ്ണം കട്ട് ചെയ്ത് ജെറാൾഡ് മാഷിന് നേരെ നീട്ടി. ജെറാൾഡ് മാഷ് അതിൽ നിന്നൊരു കഷ്ണം അടർത്തിയെടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്തു. മീനാക്ഷി മാഷ് നൽകിയ കേക്ക് വായ പിളർത്തി കഴിക്കുന്നതിനിടയിൽ മാഷിയുടെ വിരലും വായിൽ ചേർത്ത് വായടച്ച് കളഞ്ഞു. ഒരു നിമിഷം അങ്ങനെ കഴിഞ്ഞുപോയി. മാഷിന്റെ കൈയുള്ള കേക്ക് കഷ്ണം ചുണ്ടുകൾക്കിടയിൽ വെച്ച് അവൾ നാവ് കൊണ്ട് നുണഞ്ഞിറക്കി. ജെറാൾഡ് മാഷിന്റെ അന്തരാത്മാവിലൊരു ഉൾപ്പുളകം മിന്നി മറഞ്ഞു. ഒരു സ്പാർക്ക് അകത്ത് കയറിയതുപോലെ വല്ലാണ്ടായി. വെണ്ണയിൽ നിന്നും താമര നൂല് വലിച്ചെടുക്കുന്ന പോലെ മാഷ് പെട്ടെന്ന് അവിടെ ചുണ്ടുകൾക്കിടയിൽ നിന്നും കൈ വലിച്ചു കളഞ്ഞു. ശേഷം മീനാക്ഷി നീട്ടിപ്പിടിച്ച കേക്ക് കഷ്ണം വാങ്ങി അയാൾ കഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ള കേക്ക് പറ്റിയ കേക്കിന്റെ പേസ്റ്റ് അവളുടെ കവിളിന്റെ ഒരു കോണിൽ ഉരച്ചു. മീനാക്ഷി അത് ശ്രദ്ധിച്ചു. അവൾക്ക് സന്തോഷമായി. തുടർന്ന് മീനാക്ഷി ഒരു കഷ്ണം കൂടി മുറിച്ച് അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജിൻസിയുടെ നേരെ നീട്ടി. അപ്പോൾ ജിൻസി അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് ബർത്ത്ഡേകളുടെ വായിൽ വെച്ച് കൊടുത്തു. ഇതിനിടെ മീനാക്ഷി കയ്യിൽ പറ്റിയ കേക്ക് പേസ്റ്റ് ജെറാൾഡ് മാഷിന്റെ മുഖത്ത് നേരെ ഉരക്കാനായി കൈ കൊണ്ടുപോയപ്പോൾ മാഷ് അവിടെ കയ്യിൽ കയറി പിടിച്ചു. അറിയാതെയാണെങ്കിലും അവളുടെ കൈവിരലുകൾ ചെന്ന് പതിച്ചത് മാഷിന്റെ ചുണ്ടുകൾക്കുള്ളിലാണ്. ഒരു നിമിഷം വായിലുള്ള അവളുടെ വിരൽ മാഷ് അറിയാതെ നുണഞ്ഞുപോയി. താൻ ചെയ്തതിന് മാഷ് പകരം വീട്ടിയതാണെന്ന് മനസ്സിലായി. അവൾ ആത്മനിർവൃതിയോടെ പതിയെ മാഷിന്റെ വായിൽ നിന്നും വിരലുകൾ പുറത്തേക്ക് വലിച്ചെടുത്തു. തിരക്കിനിടയിൽ ആരും ഇതൊന്നും കണ്ടില്ല. മീനാക്ഷിയും കൂട്ടുകാരും പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഫംഗ്ഷൻ വൈൻഡപ്പ് ചെയ്തു. ജെറാൾഡ് മാഷ് ക്ലാസ് ആരംഭിച്ചു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് മീനാക്ഷിക്ക് അത് തന്നെ ചിന്തയായിരുന്നു. ഹാളിലെ സോഫയിൽ ചടഞ്ഞിരുന്ന അവൾ ആ ഫംഗ്ഷനിലെ മുഹൂർത്തങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് സ്വയം ചിരിച്ചുകൊണ്ടിരുന്നു. ഈ പെണ്ണിത് എന്തുപറ്റി? മാഷിനെ കുറിച്ച് വല്ല കുറ്റം കുറവും കേൾക്കാൻ കാതോർത്തിരുന്ന മഞ്ജുവിന് അവളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തണുപ്പം പ്രതികരണം കണ്ടപ്പോൾ അവർ കുത്തി ചോദിച്ചു. അയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? വല്ല കുത്തുവാക്കും പറഞ്ഞോ? ആരും അറിയാതെ വേദനിപ്പിക്കുന്നുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ. ഉണ്ടാവില്ല. ഇനി മോളോട് പഞ്ചപ്പുച്ചടക്കിയ പെരുമാറുള്ളൂ. അതിന് തക്ക ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്മ എന്ത് ചെയ്തു? അമ്മ മാഷിന്റെ അടുത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? അതിനാണോ ഇന്നലെ ഞാൻ ആ വിവരം തമാശ രൂപയോടൊന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു പോയത്? പിന്നെ എന്റെ മകൾ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അമ്മാനിച്ച ആ മാഷിനോട് ഞാൻ ചുമ്മാ ഇരിക്കണോ? അപ്പൊ അമ്മ പോയി പ്രശ്നം ഉണ്ടാക്കിയല്ലേ? പക്ഷെ മാഷൊന്നും പറഞ്ഞില്ല. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? ഞാൻ എഴുസരി കുട്ടിയാണോ? പണ്ട് മുതലേയുള്ള ശീലം അമ്മയ്ക്കിത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ മുൻപിൻ ചിന്തിക്കാതെ സ്കൂളിലും കോളേജിൽ ചെന്ന് വിരട്ടലും പേടിപ്പിക്കലൊക്കെ. ഇനി അതൊക്കെ നിർത്തണം. എടി നീ മഞ്ജുവിന്റെ മകളാണെന്ന ഭയം എല്ലാവർക്കും ഉണ്ടാവണം. അമ്മ ഒരു പെണ്ണല്ലേ? പലിശക്ക് പണം കൊടുത്ത് കള്ളവാറ്റും കഞ്ചാവുളിയും ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്നത് ഈ നാട്ടുകാർക്ക് അറിയാം. പോരാത്തിനൊരു മടിയില്ലാതെ എന്ത് വൃത്തിയേടിയാനും പണം പിരിക്കാനും ഒരു ഗുണ്ടാസംഘവും. ഈ ചെറുവത്തൂർ പട്ടണത്തിൽ ഒരു മിനി കൊച്ചിയാക്കി മാറ്റിയില്ല അമ്മ ചെയ്യുന്നത്. നിർത്തിക്കൂടെ ഇതെല്ലാം? എടി മൂദേവി, നീ കളിച്ച് അമ്മയുടെ കൊരവളി പിടിച്ച് കളിക്കാൻ തുടങ്ങിയോ? വെച്ചേക്കില്ല ഞാൻ. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ. അമ്മയുടെ പൈശാചിക രൂപം ഉണർന്നപ്പോൾ മീനാക്ഷി മൗനം പാലിച്ചു. അവൾക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഈ സ്ത്രീയുടെ മകളായതുകൊണ്ട് തന്നെ കെട്ടാൻ ആമ്പിള്ളേരാരും ധൈര്യപ്പെടില്ല. തന്റെ ഭാവി അധോഗതി. ഇനി അഥവാ ആരെങ്കിലും തന്നെ കെട്ടാൻ തയ്യാറാണെങ്കിൽ തന്നെ നിസ്സാര പ്രശ്നങ്ങൾക്കൊക്കെ ഇവർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജീവിതം തകർക്കും. തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തന്റെ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. അങ്ങനെ ഒരാളെ സങ്കല്പിക്കുമ്പോൾ ആദ്യം കടന്നു വരിക ക്ലാസ് റൂമിൽ വെച്ച് കേക്ക് മുറിക്കുമ്പോൾ ഉണ്ടായ അനുഭൂതിയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾ സ്മരണയിൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് മനസ്സിലായി ജെറാൾഡ് മാഷെ താൻ പ്രണയിക്കുകയാണെന്ന്. ഒരു ദിവസം ജെറാൾഡ് മാഷ് ലാബിൽ പോകുന്ന അവൾ ശ്രദ്ധിച്ചു. അവൾ അങ്ങോട്ട് നടന്നു. ലാബിൽ തനിച്ചിരിക്കുന്ന ജെറാൾഡ് മാഷെ അവൾ കണ്ടു. മാഷിനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ച് അങ്ങോട്ട് കടന്നു ചെന്നു. ഏതോ ആസിഡ് ലായനിൽ വെള്ളം കൂട്ടി നിർപ്പിക്കുന്ന മാഷ് അവൾ കുറേ സമയം നോക്കി നിന്നു. മാഷ് വർക്കിൽ മുഴുകിയിരിക്കുകയാണ്. എങ്ങനെയാ ഇപ്പൊ പറയുക? എന്താ പറയുക? ഒരു പക്ഷെ വഴക്ക് കേൾക്കോ? ജെറാൾഡ് മാഷ് അവളെ കണ്ടു. ഇത് മീനാക്ഷിയുടെ പീരീഡ് അല്ലല്ലോ, പിന്നെന്തിനാ അവള് തനിച്ചിവിടെ? മാഷ് അവളവിടെ കണ്ട് സംശയത്തോടെ ചോദിച്ചു. എന്താ മീനാക്ഷി? എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. സാറിന് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാനാണ് മനസ്സിൽ വിചാരിച്ചെങ്കിലും ജെറാൾഡ് മാഷിന്റെ ആകാംക്ഷ നിറഞ്ഞ വിടർന്ന കണ്ണുകൾ കണ്ടപ്പോൾ മാഷെ സൾഫ്യൂരിക് ആസിഡിൽ വെള്ളം കൂട്ടിയാൽ നേർക്കുവോ എന്നാണ് വായിൽ നിന്നും വന്നത്. നേർക്കും,
പക്ഷെ സൾഫ്യൂരിക് ആസിഡിലേക്കല്ല വെള്ളം ഒഴിക്കേണ്ടത്, മറിച്ച് അല്പാൽപമായി വെള്ളത്തിലേക്കാ ആസിഡ് ഒഴിക്കേണ്ടത്. അവൾക്ക് അപ്പോൾ ഒരു കാര്യം പിടി കിട്ടി. അവൾ ചോദിച്ചു, എന്നെ അമ്മയെക്കുറിച്ച് എന്താണ് മാഷിൻ്റെ അഭിപ്രായം? നിങ്ങളിത് ഈ ആസിഡിനെ പോലെയല്ലേ, തൊട്ടാ പൊള്ളും. അപ്പം മാഷോ? നമ്മളൊക്കെ പച്ചവെള്ളമല്ലേ, നല്ല പ്യുവർ വാട്ടർ. എങ്കിലേ ആ വാട്ടറിലേക്ക് ഞാൻ ഇത്തിരി ആസിഡ് അങ്ങ് ഒഴിക്കുക. മനസ്സിലായില്ല? എനിക്ക് ജെറാൾഡ് മാഷെ വലിയ ഇഷ്ടം. വാവ്, അടിപൊളി. അപ്പോൾ പ്രപ്പോസ് ചെയ്യാമെന്നാണോ? എനിക്ക് കിട്ടിയ ഏറ്റവും എക്സ്ട്രീമായൊരു പ്രപ്പോസൽ എന്ന് തന്നെ പറയാം. ഓക്കെ മീനാക്ഷി, അപ്പം നിന്റെ അമ്മ? അവരോടൊന്നും ഫൈറ്റ് ചെയ്യാൻ ഞാനില്ല. സർ, അമ്മ ഞാൻ പറഞ്ഞ് കേൾക്കും. ഉറപ്പാണോ? 100%. മാഷ അയാളുടെ കയ്യിലെ ലിറ്റ്മസ് പേപ്പർ ആസിഡ് വെള്ളത്തിൽ മുക്കി. വയലറ്റ് നിറമുള്ളത് ചുവപ്പ് നിറമായി മാറി. അത് ചേർത്ത് വെച്ചൊരു ഫ്ലവർ രൂപത്തിലാക്കി അയാൾ അതവൾക്ക് നൽകി. അവൾ അത് ഏറ്റുവാങ്ങി പ്രേമപൂർവ്വം. ഇന്ന് തൊട്ട് നമ്മൾ കമിതാക്കളായിരിക്കും മീനാക്ഷി. ഒന്നിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് പോരാടും, ആരെതിർത്താലും. ജെറാൾഡ് മാഷി മീനാക്ഷിയെ പ്രണയപൂർവ്വം തന്നോട് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്തു. തന്റെ പ്രണയം സാക്ഷാത്കരിച്ച നിർവൃതിയോടെ അവളും സ്നേഹപൂർവ്വം മാഷെ തന്റെ കരങ്ങൾ കൊണ്ട് ചേർത്തണച്ചു.